ഈ ഒരു ക്വസ്റ്റ്യനിൽ ലൈറ്റ് എഞ്ചിനീയറിംഗ് എന്ന ഫാക്ടറിയുടെ ഓവർഹെഡ് എക്സ്പെൻസസും അതേപോലെ തന്നെ അത് അപ്പോർഷൻ ചെയ്യേണ്ട ഡീറ്റെയിൽസുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ്സ് ഫോർ ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ്സ് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓവർഹെഡ് റേറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 സബ് ഉണ്ട്, അതായത് A, B and C. അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ D and E. അപ്പോൾ നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് വേജസിന് മേളിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാം. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, സ്റ്റാഫ് നമ്പേഴ്സ്, ഇലക്ട്രിസിറ്റി ഇൻ കിലോവാട്ട്, ലൈറ്റ് പോയിൻറ്റ്സ്, അതേപോലെ അസറ്റ് വാല്യൂ, ഏരിയ ഓക്യുപ്പൈഡ്. അത് കൂടാതെ ഓവർഹെഡ് എക്സ്പെൻസ് കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോട്ടീവ് പവർ ആണ്, അത് 550. Then lighting 100, source overhead 400, amenities to staff 1500, depreciation 15,000, repairs and maintenance 3,000, general overhead 6,000, rent and taxes 275. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ എക്സ്പെൻസ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A, B and Cയിലേക്ക് അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് ഏതാ? ഡയറക്റ്റ് വേജസിൻ്റെ ബേസ്, ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണോ ആ ഒരു പ്രൊപ്പോർഷൻ്റെ ബേസിൽ നമ്മൾക്ക് കിട്ടുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതുകൂടാതെ D എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ D എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ A, B, C എന്ന് പറയുന്ന സബ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് 5:3:2 എന്ന പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയും വേണം. നമുക്കിനി പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഐറ്റം കോളമാണ്. എന്തൊക്കെ ഓവർഹെഡ് എക്സ്പെൻസ് ആണോ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഐറ്റം കോളത്തിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. രണ്ടാമത് ബേസ് കോളമാണ്, നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഈ ഓവർഹെഡ്സ് ഈ എക്സ്പെൻസ് എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ബേസും അതേപോലെ തന്നെ പ്രപ്പോർഷനും മാർക്ക് ചെയ്യണം. മൂന്നാമത്തെ കോളം ടോട്ടൽ എമൗണ്ട് കോളമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓരോ എക്സ്പെൻസും ടോട്ടൽ എമൗണ്ട് നമ്മൾ ഈ ഒരു കോളത്തിൽ മാർക്ക് ചെയ്യും. പിന്നെ അടുത്ത് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കോളാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, A, B and C. അപ്പോൾ നമ്മൾ ഈ അപ്പോർഷൻ ചെയ്യുന്ന തുക ആ പ്രപ്പോർഷൻ അനുസരിച്ച് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്, D and E. നമ്മൾ കണ്ടുപിടിക്കുന്ന തുക ഈ D and E എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡയറക്റ്റ് വേജസ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്? ഡയറക്റ്റ് വേജസ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ഓവർഹെഡ് എക്സ്പെൻസ് അല്ല, കാരണം ഡയറക്റ്റ്ലി ഇത് പ്രൊഡക്ഷൻ ആയിട്ട് റിലേറ്റഡ് ആണ്. ബട്ട് നമ്മൾ ഓവറോൾ കോസ്റ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഡയറക്റ്റ് എന്നോ ഇൻഡയറക്റ്റ് എന്നോ നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് വേജസ് തരികയാണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്റ്റ് വേജ് എത്രയാണോ അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു തുക ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് D and Eയിലെ ടോട്ടൽ എടുക്കുമ്പോൾ ആ ഒരു എക്സ്പെൻസ് ആയിരിക്കും നമ്മൾ A, B and C എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് വേജസ് ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ അത് തരികയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കില്ല, കാരണം അത് ഡയറക്റ്റ്ലി പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസിൽ അണ്ടറിൽ പോകും. ബട്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു തുക പിന്നീട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ D and E എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൻ്റെ എമൗണ്ട് മാത്രമേ നമ്മൾ ഇവിടെ കാണിക്കുള്ളൂ. D and Eയുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 3,000 ആണ്. അതായത് 1,000 + 2,000 3,000. നമ്മൾ ആ തുക Dയിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 1,000 ആണ്. അതേപോലെ Eയുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2,000 ആണ്. ഇനി ഡയറക്റ്റ് വേജസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് നമ്മൾ D and E എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എഴുതാം 1,500 + 1,500 അത് 3,000. അപ്പം D and E ഡിപ്പാർട്ട്മെൻറ്റിൽ Dയിലും 1,500 Eയിലും 1,500. ഇനി അടുത്ത് നമ്മൾ ഡയറക്റ്റ് ഓവർഹെഡ് എക്സ്പെൻസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മോട്ടീവ് പവറാണ്. മോട്ടീവ് പവർ നമ്മളിവിടെ അപ്പോർഷൻ ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി ഇൻ കിലോവാട്ട് പവർ അതിൻ്റെ ബേസിലാണ്. കാരണം ആ കമ്പനിയിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി അതിനുള്ള ചാർജാണ് ഈ 550 രൂപ.
അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എ ബി സി ഡി ആൻഡ് ഇ 5 ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ മെഷീനറി ഒക്കെ റൺ ചെയ്തിട്ട് അത് കാരണമാണ് ഈ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്ര കിലോവാട്ടാണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അപ്പോർഷൻ ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി അപ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് 4000 കിലോവാട്ടാണ്. 4000 ഈസ് ടു ബി 3000, then C 2000, D 1000 and E 1000. നമുക്കറിയാം 5 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. A is to B is to C is to D is to E. നമ്മൾ ആ റേഷ്യോ ഒന്ന് ചുരുക്കുമ്പോൾ 4:3:2:1:1 ഇങ്ങനെ ഒരു പ്രപ്പോർഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മോട്ടീവ് പവറിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 550 രൂപയാണ്. ഇത്രയും രൂപ കമ്പനി ഇലക്ട്രിസിറ്റിക്ക് പേ ചെയ്തിട്ടുണ്ട്. ഈ 550 രൂപ നമ്മൾ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 1 പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വാല്യൂ, അതായത് ഈ ഒരു പ്രപ്പോർഷൻ്റെ ടോട്ടൽ നമ്മൾ ആദ്യം കാണണം. 4 + 3 + 2 + 1 + 1 അത് 11 ആണ്. 11 ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 550 രൂപയാണ്. 550 അപ്പം 550 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് പറയുന്ന പ്രപ്പോർഷണൽ വാല്യൂ കിട്ടും. അപ്പോൾ 1 എന്ന് പറയുന്ന പ്രപ്പോർഷണൽ വാല്യൂ 50 ആണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രപ്പോർഷൻ നമുക്കറിയാം. എയുടെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 50 × 4 200. ബിയുടെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. 50 × 3 150. സിയുടെ പ്രപ്പോർഷൻ 2 ആണ്. 50 × 2 100. ഡിയുടെ പ്രപ്പോർഷൻ 1 ആണ്. അപ്പോൾ 50 × 1. ഇയുടെ പ്രപ്പോർഷനും 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ 50 × 1 50 തന്നെയായിരിക്കും വാല്യൂ. അടുത്ത ഓവർഹെഡ് എക്സ്പെൻസസ് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് ഇപ്പോൾ ലൈറ്റിംഗ് നമ്മൾ ഇവിടെ ആ കമ്പനി അലോട്ട് ചെയ്യുന്ന ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനിയിലെ എല്ലാ ഫാക്ടറികളും എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ലൈറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. ലൈറ്റ് പോയിൻറ്റ്സ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 10 ആണ്. 10 ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. ബിയിൽ 16, സിയിൽ 4, ഡിയിൽ 6 ആൻഡ് ഇയിൽ 4 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഷോർട്ടൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5:8:2:3:2 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ കിട്ടും. നമ്മൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പം ഈ ഒരു വാല്യൂ നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂവിനെ കൊണ്ട് ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 100 ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്നത് 5. അപ്പോൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിൽ ഈ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. 5:8:2:3:2 ഈ പ്രൊപ്പോർഷൻ മാർക്ക് ചെയ്തു. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 100. അപ്പോൾ ഈ 100 എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു പ്രൊപ്പോർഷൻ്റെ ബേസിലാണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ 5 ആണ്. അപ്പം എയുടെ ടോട്ടൽ വാല്യൂ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5 × എയുടെ പ്രൊപ്പോർഷൻ 5. അപ്പോൾ 25. ഇനി ബിയുടെ ഈ ഒരു 100ൽ എത്ര എക്സ്പെൻസ് ആണ് ബി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബിക്ക് ഇൻകർ ചെയ്യുന്നതെന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടി 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ വാല്യൂ 5 ആണ്. 5 × ബിയുടെ പ്രൊപ്പോർഷൻ 8. ദെൻ സിയുടെ വാല്യൂ സിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. 5 × 2 10. ദെൻ ഡിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. 5 × 3 15. ആൻഡ് ഫൈനലി ഇയുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5 × 2
അതായത് 10. ഇനി അടുത്ത ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ഓവർഹെഡ് ആണ്. സ്റ്റോഴ്സ് ഓവർഹെഡ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോഴ്സ് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് സ്റ്റോഴ്സിൽ ഈ സ്റ്റോക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള റോ മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം മിക്കവാറും അത് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ അപ്പോർഷൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റോഴ്സ് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ. ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എത്രയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൺസംഷൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. A 1000 ആണ്, B എന്ന് പറയുന്നത് 2000, 1000 is to 2000 is to C 2000, D 1500 and E 1500. അപ്പോൾ നമ്മളിത് ഷോർട്ടൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം 2:4:4:3:3. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊപ്പോർഷണൽ വാല്യൂ. ഇനി നമ്മൾ 1 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണൽ വാല്യൂ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റോഴ്സ് ഓർഡർ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ് 400 ആണ്. അപ്പോൾ ഈ 400നെ കൊണ്ട് ഈ ഒരു പ്രൊപ്പോർഷണൽ വാല്യൂവിൻ്റെ ടോട്ടൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 1 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ കിട്ടും. ഈ ടോട്ടൽ എന്ന് പറയുന്നത് 16 ആണ്. 400 ഡിവൈഡ് ബൈ 16. 1 എന്നുള്ള പ്രൊപ്പോർഷൻ്റെ വാല്യൂ 25 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ള നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രൊപ്പോർഷൻ ഇവിടെ ബേസ് കോളത്തിൽ മാർക്ക് ചെയ്യുക. 2:4:4:3:3. അതേപോലെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 400 ആണ്. നമുക്ക് പ്രൊഡക്ഷൻ A, B, C, D, ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A, B, C, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് D and E, ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ 400 രൂപ നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും 2:4:4:3:3. അപ്പോൾ നമുക്കറിയാം 1 എന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ 25 ആണ്. 25 ഇൻറ്റു എയുടെ പ്രൊപ്പോർഷൻ 2 ആണ്, അതായത് 50. ഇനി ബി എന്ന് പറയുന്നത് 25 ഇൻറ്റു 4 100. സിയുടെ 25 ഇൻറ്റു 4 100. ദെൻ ഡിയുടെ 25 ഇൻറ്റു 3 ആണ്. കാരണം ഡിയുടെ പ്രൊപ്പോർഷൻ 3 ആണ്. അപ്പോൾ 75 രൂപ. ആൻഡ് ഇയുടെയും 3 തന്നെയാണ്, പ്രൊപ്പോർഷൻ 3 തന്നെ ആയതുകൊണ്ട് തന്നെ 25 ഇൻറ്റു 3 75 ആയി. ഇനി അടുത്ത ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അമ്യൂണിറ്റീസ് ടു സ്റ്റാഫ് ആണ്. അമ്യൂണിറ്റീസ് ടു സ്റ്റാഫ്, അതായത് സ്റ്റാഫിന് കൊടുത്തിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു അമ്യൂണിറ്റീസ് ടു സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കമ്പനിക്ക് ചിലവായ തുക 1500 രൂപയാണ്. അപ്പോൾ ഈ അമ്യൂണിറ്റീസ് ടു സ്റ്റാഫ് നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാഫ് നമ്പറിൻ്റെ ബേസിലാണ്, നമ്പർ ഓഫ് സ്റ്റാഫ്സിൻ്റെ ബേസിലാണ്. കാരണം കമ്പനിയിൽ കുറേയധികം എംപ്ലോയീസിനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് കമ്പനി പേ ചെയ്തിട്ടുള്ള ബെനിഫിറ്റുകളാണ് ഈ പറയുന്ന അമ്യൂണിറ്റി ടു സ്റ്റാഫ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വർക്കേഴ്സ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷൻ്റെ ബേസിൽ നമ്മൾ ഈ ഒരു എക്സ്പെൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ എയിൽ 100 ആണ്, ബിയിൽ 150, സിയിലും 150, ഡിയിൽ 50 ആൻഡ് ഇയിൽ 50. ഇത് ഈ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ ഷോർട്ടൻ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം 2:3:3:1:1 ഈ ഒരു പ്രൊപ്പോർഷനായിട്ട് മാറും. അപ്പോൾ അമ്യൂണിറ്റി ടു സ്റ്റാഫ് നമ്മൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ്, അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2:3:3:1:1. അപ്പോൾ ടോട്ടൽ വാല്യൂ 1500 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 1 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ 1500 ഡിവൈഡ് ബൈ ഈ ഒരു പ്രൊപ്പോർഷന് ടോട്ടൽ, അതായത് 10 ആണ്. ഈ ഒരു പ്രൊപ്പോർഷന് ടോട്ടൽ 10 ആണ്. അപ്പം 1500 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 150. 1 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ്റെ വാല്യൂ 150 ആണ്. അപ്പം
എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് എത്രയാണ് വീതിച്ച് കൊടുക്കേണ്ടത് നമ്മളത് നോക്കണം. 150 ഇൻറ്റു എയുടെ പ്രൊപ്പോർഷൻ 2 ആണ്, അപ്പോൾ 300. ഈ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 150 ഇൻറ്റു ബിയുടെ പ്രൊപ്പോർഷൻ 3 ആണ്, 450. ദെൻ സിയുടെ പ്രൊപ്പോർഷനും 3 തന്നെയാണ്, 150 ഇൻറ്റു 3, 450 ആണ്. ദെൻ ഡിയുടെ പ്രൊപ്പോർഷൻ 150 ഇൻറ്റു 1, അത് 150 ആണ്. ഇയുടെ പ്രൊപ്പോർഷൻ 150 ഇൻറ്റു 1, 150 ആണ്. ഇനി അടുത്ത ഓവർഹെഡ് എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ കമ്പനിയുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അസറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസറ്റ് വാല്യൂയുടെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു എക്സ്പെൻസ് നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് അസറ്റ് വാല്യൂ ആണ്. അപ്പോൾ അസറ്റ് വാല്യൂയുടെ നമ്മൾ പ്രൊപ്പോർഷൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 60,000 ആണ്, ബിയുടെ 40,000, ദെൻ സിയുടെ 30,000, ദെൻ ഡി 10,000 ആൻഡ് ഇ 10,000. നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷൻ ഷോർട്ടൻ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം 6:4:3:1:1. നമ്മൾ ഈ ബേസ് കോളത്തിൽ ആ ഒരു പ്രൊപ്പോർഷൻ എഴുതാം 6:4:3:1:1. ടോട്ടൽ എമൗണ്ട്, ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഇനി നമ്മൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഈ ഒരു പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ, അതായത് 6:4:3:1:1 ഇതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഈ 15നെ കൊണ്ട് നമ്മൾ ഈ 15,000 നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 എന്നുള്ള പ്രൊപ്പോർഷൻ്റെ വാല്യൂ 1000 ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ എയിൽ ഈ ഒരു 15,000 നമ്മൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ 1 എന്നുള്ള പ്രൊപ്പോർഷൻ്റെ വാല്യൂ 1000 ഇൻറ്റു 6,000. ഇനി ബിയുടെ കേസ് എടുക്കുമ്പോൾ 1000 ഇൻറ്റു ബിയുടെ പ്രൊപ്പോർഷൻ 4 ആണ്, ഇൻറ്റു 4, അപ്പോൾ നമുക്ക് 4,000 കിട്ടും. ഇനി സിയുടെ കേസിൽ 1000 ഇൻറ്റു 3,000. ഇനി ഡി ആൻഡ് ഇയിൽ 1 തന്നെയാണ് പ്രൊപ്പോർഷണൽ വാല്യൂ, അപ്പം 1000 ഇൻറ്റു 1, അതായത് 1000 തന്നെ, ആൻഡ് ഇയിലും 1000 ഇൻറ്റു 1, 1000 തന്നെ. ഇനി അടുത്ത റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ഇപ്പോൾ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് നമ്മൾ ഈ ഒരു അസറ്റ് വാല്യൂയുടെ ബേസ് തന്നെ ആയിരിക്കും അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഈ പറയുന്ന അസറ്റ്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ റിപ്പയർസിനൊക്കെ ആയിട്ടാണ് ഈ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മളിവിടെ അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചു 6:4:3:1:1. ഇപ്പോൾ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 3,000 ആണ്. അപ്പോൾ നമ്മൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം 3,000 ഡിവൈഡ് ബൈ 15. 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ 200 ആണ്. അപ്പം എയുടെ ഇത് അപ്പോർഷൻ ചെയ്യുമ്പോൾ എയിൽ എത്രയായിരിക്കും തുക വരിക? 200 ഇൻറ്റു 6, എയുടെ പ്രൊപ്പോർഷൻ 6 ആണ്, അപ്പോൾ 1200. ഇനി അടുത്ത് 200 ഇൻറ്റു 4, ബിയിൽ അത് 800 ആണ്. ഇനി സിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്, അപ്പം 200 ഇൻറ്റു 3, 600. ദെൻ ഡി ആൻഡ് ഇയിൽ പ്രൊപ്പോർഷണൽ വാല്യൂ 1 ആണ്, അത് 200 ഇൻറ്റു 1, 200 തന്നെ. ഡിയിലും അതേപോലെ ഇയിലും 200 ഇൻറ്റു 1, 200 തന്നെ. ഇനി അടുത്ത ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഓവർഹെഡ്സ് ആണ്. ഇപ്പോൾ ജനറൽ ഓവർഹെഡ്സ് നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ പോകുന്ന ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ്. ഡയറക്റ്റ് വേജസ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് വേജസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിൽ 2,000 ആണ്, ബിയിൽ അത് 3,000 ആണ്, സിയിൽ 4,000, ഡിയിൽ 1,000 ആൻഡ് ഇയിൽ 2,000. നമ്മളത് ഷോർട്ടൻ ചെയ്യുമ്പോൾ ആ പ്രൊപ്പോർഷൻ 2:3:4:1:2 ഇങ്ങനെ നമുക്ക് ഷോർട്ടൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷൻ ഈ ഒരു ബേസ് കോളത്തിൽ മാർക്ക് ചെയ്യാം. 2:3:4:1:2
4:1:2 ഈ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ ഈ ബേസ് കോളത്തിൽ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ടോട്ടൽ എമൗണ്ട് നമ്മൾ എഴുതണം. ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 ആണ് ജനറൽ ഓവർഹെഡ് എക്സ്പെൻസസ്. നമ്മൾ 6,000 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് മുമ്പ് ആദ്യം തന്നെ ഈ പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. 12 ആണ് ഈ ഒരു പ്രൊപ്പോർഷൻ. 2:3:4:1:2 അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 12 ആണ്. അപ്പോൾ ഈ ഒരു 6,000 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ എത്രയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 6,000 ഡിവൈഡ് ബൈ 12 അപ്പോൾ 500 ആണ്. അപ്പോൾ എയുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 500 ഇൻറ്റു എയുടെ പ്രൊപ്പോർഷൻ 2,000 ആണ്. ബിയിൽ 500 ഇൻറ്റു 3 1,500. ദെൻ സിയിൽ 500 ഇൻറ്റു 4 2,000. ഡിയിൽ 500 ഇൻറ്റു 1 500 ആണ്. ആൻഡ് ഇയിൽ 500 ഇൻറ്റു 2 അത് 1,000. ഇനി ഏറ്റവും അവസാനത്തെ എക്സ്പെൻസ് ആണ് റെൻ്റ് ആൻഡ് ടാക്സസ്. അപ്പോൾ റെൻ്റ് ആൻഡ് ടാക്സസ് നമ്മളിവിടെ അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത് ഏരിയ ഒക്യുപ്പൈഡിൻ്റെ ബേസിലാണ്. കാരണം ആ 5 ഡിപ്പാർട്ട്മെൻറ്റും ഈ ഫാക്ടറിയിലെ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏരിയ ഒക്യുപ്പൈഡിൻ്റെ ബേസിലാണ് നമ്മളിത് അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. A 150, B 250, then C 50, D 50 and E 50. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷനിലാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളത് പിന്നെ ഷോർട്ട് ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3:5:1:1:1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഈ ഒരു ബേസ് കോളത്തിൽ മാർക്ക് ചെയ്യുക 3:5:1:1:1. ഇനി ആ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ നമുക്ക് എഴുതാം. 275 രൂപയാണ് കമ്പനി റെൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ 275 രൂപയുടെ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ. അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്രൊപ്പോർഷനിലെ ടോട്ടൽ നമുക്ക് എടുക്കാം. ടോട്ടൽ എന്ന് പറയുന്നത് 11 ആണ്. അപ്പം 275 ഡിവൈഡ് ബൈ 11 അതായത് 25 രൂപയാണ് 1 എന്ന പ്രൊപ്പോർഷൻ വാല്യൂ. എയിൽ നമ്മൾ ഈ ഒരു വാല്യൂ 270 അപ്പോർഷൻ ചെയ്യുമ്പോൾ 25 ഇൻറ്റു എയുടെ പ്രൊപ്പോർഷൻ 3 ആണ്. അപ്പോൾ 75. ബിയിൽ അത് 25 ഇൻറ്റു 5 125. സിയിൽ 25 ഇൻറ്റു 1 25 തന്നെ. ഡിയിലും 25 ഇൻറ്റു 1 25 ആൻഡ് ഡിയിൽ 25 ഇൻറ്റു 1 25. വേറെ ഓവർ എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിനി ടോട്ടൽ കാണാം. ഇപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് വേജസ് ഈ എ ബി ആൻഡ് സി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് വേജസ് നമ്മൾ എടുക്കില്ല. ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്റ്റ് വേജസ് മാത്രമേ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്റ്റ് മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 32,825 ആണ്. അപ്പോൾ എയിലെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 8,850, ബിയിൽ അത് 7,165, സിയിൽ 6,285, ഡിയിൽ അത് 4,515 ആൻഡ് ഇയിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,010. അപ്പോൾ അടുത്തത് നമ്മൾ ഈ എക്സ്പെൻസസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസസ് നമ്മൾ അപ്പോർഷൻ ചെയ്യണം. ക്വസ്റ്റ്യനിൽ അതിൻ്റെ ബേസ് പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് 5:3:2 എന്ന പ്രൊപ്പോർഷനാണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസസ് നമ്മൾ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലുമാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലെ എക്സ്പെൻസ് നമുക്ക് അപ്പോർഷൻ ചെയ്യാം. എക്സ്പെൻസ് ഓഫ് ഡി അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 5:3:2 ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,515 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷൻ ഡിവൈഡ് ചെയ്യണം 5:3:2. അപ്പോൾ നമുക്ക് എളുപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 4,515 ഡിവൈഡ് ബൈ ഈ ഒരു പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ
10. 451 രൂപ 50 പൈസ. അപ്പം ഈ ഒരു പ്രൊപ്പോർഷനിൽ, ഈ ഒരു 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ബേസിൽ നമുക്കിത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എമൗണ്ട് വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ എയിൽ 451.5 ഇൻറ്റു എയുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. 2257 രൂപയാണ് എയുടെ എക്സ്പെൻസ്. ദെൻ ബിയുടെ കേസ് എടുക്കുമ്പോൾ 451.5 ഇൻറ്റു ബിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 3 ആണ്, 1354.5. ആൻഡ് സിയിലെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 451.5 ഇൻറ്റു 2, അതായത് 903. ഇനി അടുത്ത എക്സ്പെൻസ് ഓഫ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ്. അപ്പം എ ബി സിയിലെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 2000 3,000 4,000, അതായത് 2:3:4. ഈ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ്, ഈ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് 6010 രൂപയാണ്. നമ്മൾ അപ്പോർഷൻ ചെയ്യണം 6010. അപ്പോൾ 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 6010 ഡിവൈഡ് ബൈ ഈ ഒരു പ്രൊപ്പോർഷൻ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുന്നത്, അതായത് 667.7. നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 667.8 ആക്കാം. അപ്പോൾ അത് ഈ ഒരു പ്രൊപ്പോർഷൻ ഇവിടെ എഴുതുക 2:3:4. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കാണാം. 1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ്റെ വാല്യൂ 667.8 ഇൻറ്റു 2, അതായത് 1335.6. ഇനി ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 667.8 ഇൻറ്റു ബിയുടെ പ്രൊപ്പോർഷൻ 3 ആണ്, അപ്പോൾ 2003.4. ആൻഡ് ഇ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 667.8 ഇൻറ്റു 4, 2671 രൂപ 20 പൈസ. ഇപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഓഫ് ഡി ആൻഡ് ഇ, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവറോൾ എക്സ്പെൻസ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. എ ബി ആൻഡ് സിയിലേക്ക് അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓവറോൾ ടോട്ടൽ ഓവറോൾ എക്സ്പെൻസസ് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് എ ബി ആൻഡ് സിയിലെ ഓവറോൾ എക്സ്പെൻസ് നമുക്ക് കാണാം. ആദ്യം എ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവറോൾ എക്സ്പെൻസ്, ടോട്ടൽ ഓവറോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 12,443 രൂപയാണ്. ഇനി ബി ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവറോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 10,522 രൂപ. ആൻഡ് സി ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവറോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 9,859 രൂപ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസിൻ്റെ എത്ര ശതമാനമാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓവറോൾ എക്സ്പെൻസ് നമ്മൾ കാണണം, അതായത് പെർസെൻറ്റേജ് ഓഫ് ഓവറോൾസ് ഓൺ ഡയറക്റ്റ് വേജസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവറോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 12,443 രൂപ. ആ തുക ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ വേജസ് എത്രയായിരുന്നു? 2,000 രൂപ. 12,443 രൂപ ഡിവൈഡഡ് ബൈ 2,000 ഇൻറ്റു 100, അതായത് ഡയറക്റ്റ് വേജസിൻ്റെ 622 ഇരട്ടിയാണ് ഈ പറയുന്ന എ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവറോൾ എക്സ്പെൻസസ്. ഇനി അടുത്ത് ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് നമുക്ക് നോക്കാം എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത്. ഇപ്പോൾ ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവറോൾ എക്സ്പെൻസ് 10,522 രൂപ 90 പൈസ. അതിന് നമുക്ക് 10,523 രൂപയ്ക്ക് റൗണ്ട് ചെയ്യാം. ഡിവൈഡ് ബൈ ബി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് 3,000 രൂപയാണ്. 3,000 ഇൻറ്റു 100, അതായത് 350% ഈ ഡയറക്റ്റ് വേജസിൻ്റെ 350% ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവറോൾ എക്സ്പെൻസസ്. ഇനി അടുത്ത സി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. സി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ് 9,859 രൂപ.
59 ഡിവൈഡ് ബൈ സിയുടെ ഡയറക്റ്റ് പേ എക്സ്പെൻസ് 4000 ആണ്. 4000 ഇൻറ്റു 100, അതായത് 246 ഇരട്ടിയാണ്. ഈ ഒരു ഡയറക്റ്റ് വേജ് സി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 246 ഇരട്ടിയാണ് ഈ പറയുന്ന ഓവർഹെഡ് എക്സ്പെൻസസ്.